പോസ്റ്റ് ഒരുപാട് ദിവസമായിട്ട് ജനങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റാനായിട്ട് എന്തെങ്കിലും ഒരു നിർവാഹമുണ്ടോ? നിർവാഹം എന്ന് പറയുമ്പോഴേ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ഓരോ തലങ്ങളിലാണ് ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ. ഇത് നമുക്കറിയാം, നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടാണ് ഇപ്പം ഈ മേൽപ്പാലം വന്നിട്ടുള്ളത്. അതേ സമയത്ത് ഈ പോസ്റ്റ് KSEBിൻ്റെതാണ്, റോഡ് പഞ്ചായത്തിൻ്റെ കോർപ്പറേഷനിൽപ്പെട്ട പഞ്ചായത്തിൻ്റെതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഒരു കടലാസിൽ ഒതുങ്ങുന്നതല്ല ഈ വിഷയം. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നാഷണൽ ഹൈവേയോട് ചോദിക്കുമ്പോൾ അവർക്കുള്ള ക്ലാരിഫിക്കേഷൻ ഒന്നാണ്. മറ്റൊന്ന്, റോഡ് വീതി കൂട്ടുന്ന ഉത്തരവാദിത്തം ഒരുപക്ഷെ പഞ്ചായത്ത് PWD ഒന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അത് അവർക്കാണ്. പോസ്റ്റ് മാറ്റുന്ന ഉത്തരവും KSEBിക്കാണ്. KSEBിക്ക് പോസ്റ്റ് മാറ്റണമെങ്കിൽ റോഡിൻ്റെ സൈഡിലോട്ട് പോസ്റ്റ് മാറ്റണമെങ്കിൽ ഏതെങ്കിലും ഒരു പറമ്പിനോട് ചേർന്നിട്ടാണ് വെക്കേണ്ടത്. ഒരുപക്ഷെ അതിർത്തി തർക്കങ്ങൾ ഉണ്ടായാൽ ആ KSEBിക്ക് തൊടാൻ പറ്റില്ല. ഇപ്പം എൻ്റെ പറമ്പിൻ്റെ അടുത്തൊരു പോസ്റ്റ് വെക്കുമ്പോൾ പരിപൂർണമായും എൻ്റെ അനുമതി ഇല്ലാതെ പോസ്റ്റ് മാറ്റാൻ പറ്റില്ല. അങ്ങനെ എല്ലാത്തിനെയും കെട്ടുപണഞ്ഞ് കിടക്കുന്നൊരവസ്ഥയാണിത്. അപ്പോൾ എന്തിരുന്നാലും ഇതിൻ്റെ ബുദ്ധിമുട്ട് സഹിക്കുന്നത് ജനങ്ങളാണ് എന്നുള്ളതാണ്. 2023 പോസ്റ്റ് അവിടുന്ന് ഇവിടത്തേക്ക് മാറ്റി നട്ടതാണ്. അതായത് ഈ റോഡിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പോസ്റ്റിനെ ഇങ്ങോട്ടേക്ക് മാറ്റി നട്ടതാണ്. അപ്പോൾ വീണ്ടും എങ്ങനെയാണ് സ്ഥലം തികയാതെ വരും? അങ്ങനെ അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ പോസ്റ്റ് അതാണ് തന്നെ നിങ്ങൾ ചോദ്യം തന്നെ വളരെ പ്രസക്തമായി കിടക്കുകയാണ്. അവിടുത്തെ ഒരു പോസ്റ്റ് മാറ്റി ഇവിടെ വരുമ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസം വന്നു. ഒരു പോസ്റ്റ്, നേരത്തെ ഉള്ളൊരു പോസ്റ്റ് മാറ്റി അതിനോടൊപ്പം കുഴിച്ചിടുമ്പോൾ അപ്പം ബാക്കോട്ട് റോഡ് വീതി കൂട്ടാനാണ് കുഴിച്ചിടുന്നത്. പക്ഷേ ലൊക്കേഷൻ തന്നെ മാറുമ്പോൾ, അതിൻ്റെ ഒരു ഭാഗത്ത് മാറുമ്പോൾ ഈ ഇപ്പുറത്തെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന, ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന അതിർത്തി എന്ന് പറയുന്നത് ഒരു പക്ഷേ അതിൻ്റെ ബോർഡർ ഇവിടെയാണെന്ന് ഉണ്ടാവാം. ഇവിടെ മഞ്ഞക്കുറ്റി ഉണ്ടെന്ന് നേരത്തെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ മഞ്ഞക്കുറ്റിക്ക് ഇപ്പുറം മുഴുവൻ പബ്ലിക് യൂട്ടിലൈസ് നുള്ള റോഡാണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. അതേസമയത്ത് അത് ഇതിൻ്റെ അടുത്തൊരു ബൗണ്ടറി ഒരു വീട്ടോടമയോ അല്ലെങ്കിൽ സ്ഥലത്തിനോടമയോ മതിൽ കെട്ടിയിരുന്നെങ്കിൽ സ്വാഭാവികമായും നമുക്ക് KSEBിക്ക് മനസ്സിലാക്കാൻ പറ്റും ബൗണ്ടറിൻ്റെ ഇപ്പുറം ആ വീട്ടുകാരൻ്റെ സ്ഥലമില്ല എന്ന് ബൗണ്ടറിൻ്റെ ഇപ്പുറം മനസ്സിലാക്കാൻ സാധിക്കും. മറിച്ച് അതില്ലാത്ത കാലം ഒരു അവ്യക്തമായ ഒരു ബൗണ്ടറിക്ക് KSEBിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതിൻ്റെ ആകത്തുക, നമ്മൾ ഈ നിയമങ്ങൾ പറഞ്ഞാൽ എവിടെയും നമുക്ക് സാധ്യമല്ല. നിയമം പറഞ്ഞാൽ ഒരു കാര്യം, പക്ഷേ നിയമമല്ല പ്രശ്നം. ഇവിടെ ജനങ്ങളുണ്ട്, നാട്ടുകാരുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടാവും, അല്ലെങ്കിൽ കോർപ്പറേഷൻ കൗൺസിലർമാരുണ്ടാവും. അവരെ ശ്രദ്ധയിൽപ്പെടുകയും അവർ ഉത്തരവാദപ്പെട്ട ആളെ പിന്നാലെ ഫോളോ അപ്പ് നടത്തുകയും ആ നടപടികളായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അതിന് ആദ്യം ഇപ്പം തന്നെ നിങ്ങളിവിടെ നിൽക്കുമ്പോൾ ചെറിയൊരു കാറ് ഞാൻ കണ്ടു നിങ്ങൾ തന്നെ ചാനൽ ക്യാമറ കവർ ചെയ്യുന്ന നിങ്ങൾ പോലും തിരിഞ്ഞു നോക്കേണ്ട അവസ്ഥയാണ്. നമുക്കറിയാം, ഡേഞ്ചറസ് ആണ്, ടു ഡേഞ്ചറസ്. ഞാനിപ്പം ഈ കണ്ണൂരിൽ നിന്ന് ഇവിടെ ബസ് ഇറങ്ങിയ സമയത്ത് അവിടെ ലോപാലത്തിന് മുന്നിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ സത്യത്തിൽ എനിക്ക് നടന്നു പോകാൻ പറ്റുന്നില്ല. ഭയപ്പാടോടുകൂടിയാണ് നടന്നത്. കാരണം ബസ്സിൻ്റെ അതിവേഗമായ യാത്ര, നമ്മൾ ദിവസം പത്രങ്ങൾ വായിക്കുന്നു, റോഡ് കാറ് വരുന്നുണ്ടോ, ചെറിയൊരു കാറാണ്, അതുപോലെ നമ്മളെ തൊട്ടൊരു മീറ്റാണ് പോകുന്നത്. ശരിയാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെയുള്ള ജനപ്രതിനിധി ആരാണോ, അതവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമല്ല, അവൻ്റെ ഉത്തരവാദിത്വത്തിൽ ഇത്തരങ്ങൾ ശ്രദ്ധ ജനങ്ങൾ, ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് സംഘടനകളുണ്ട്. അവരൊക്കെ അല്ലെങ്കിൽ ക്ലബ്ബുകൾ, അങ്ങനെ ഒരുപാട് കമ്മിറ്റികൾ പല ഭാഗങ്ങളിലും ഇല്ലാത്തൊരു ഏരിയ ഈ രാജ്യത്തില്ല. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ അതിൻ്റെ ഒരു പ്രതി എന്നുള്ള നിലക്ക് കൗൺസിലറെ കാണുകയും കൗൺസിലർ ശ്രദ്ധയിൽപ്പെടുത്തുകയും കൗൺസിലർ അതിൻ്റെ ഫോളോ അപ്പ് നടത്തി KSEB ആണോ, അത് പഞ്ചായത്താണോ, PWD ആണോ, അല്ലെങ്കിൽ മറ്റേ ഹൈവേ ആണോ എന്നുള്ളത് കൗൺസിലർ തീരുമാനിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് പോകണം. അല്ലാതെ നമ്മളിപ്പം പറഞ്ഞു ഒരു വാർത്ത വളരെ എഫക്റ്റീവ്. ഈ വാർത്ത നിങ്ങളിപ്പം കാണിച്ചത് സന്മനസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ വാർത്തയാണ്. ആ നല്ലൊരു കാര്യമാണ്. ഇങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഞാൻ ഇന്നലെ കണ്ണൂരിലൊരു സംഭവം മാറ്റാൻ എനിക്ക് കളക്ടർ കേബിൾ വയറുകൾ മുറിച്ച് മാറ്റിയത് എൻ്റെ ഒരു വാർത്തയുടെ ഫലമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. വാർത്ത എഫക്റ്റീവാണ്. നിങ്ങളെപ്പോലത്തെ രംഗത്തിറങ്ങുന്നതിൽ അഭിനന്ദനമായ കാര്യമാണ്. പ്രത്യേകിച്ച് മൗണ്ടൻ ചാനൽ എന്ന് പറയുന്നത് പോലെയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ നാടുകളിൽ കടന്നെത്തിക്കൊണ്ട് നിങ്ങൾ അതിൻ്റെ അടിവേര് അറക്കുന്ന രീതിയിലേക്ക് നീങ്ങേണ്ട. അതാണ് വേണ്ടത്. അത് വലിയ എഫക്റ്റീവാണ്. ഇത് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ഇവിടുത്തെ കോർപ്പറേഷൻ കൗൺസിലർ അത് അവൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അവന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ വെച്ച് ആളുകളോട് സംസാരിക്കുകയും അതിൻ്റെ ഫോളോഅപ്പ് നടത്തുകയാണ് വേണ്ടത്. അതേസമയത്ത് നിങ്ങളെ ചാനലുകളിൽ കാണുന്ന അധികൃതർ നേരിട്ട് വന്നേക്കാം. ചിലപ്പം നേരിട്ട് ഇടപെടുന്ന ചില വിഷയങ്ങളുണ്ട്. KSEBിക്ക് അത് നാണക്കേടായി മാറാം. ചിലപ്പം ഈ റോഡ് വികസന പഞ്ചായത്തിന് നാണക്കേടായി മാറാം. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരം വാർത്തകൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളത്. അത് നിങ്ങൾ ചെയ്യുന്ന ഒരു മഹാദൗത്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വാർത്തയോട് കൂടി ഇത് ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട കണ്ണു തുറക്കുകയും സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം.